ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു നല്ല വീക്കെൻഡാണ്, നല്ല ക്ലൈമറ്റാണ്, സണ്ണൊക്കെ വരാൻ തുടങ്ങിയതുകൊണ്ട് കഴിഞ്ഞ 2 വീക്കെൻഡും നല്ല വീക്കെൻഡായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ആംസ്റ്റർഡാം സെൻട്രലിലേക്കാണ്. ഇന്ന് ബൈ ട്രെയിനാണ് നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഹാഫ് വേ സ്റ്റേഷൻ വരെ കാറിൽ വന്നിട്ട് കാർ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിനിൽ ആംസ്റ്റർഡാം സെൻട്രലിലേക്ക് പോകുന്നത്. നമ്മളിപ്പം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ നാഷണൽ മോണ്യുമെൻ്റ് ആണ്. ഇത് പണ്ട് കാലത്ത് നമ്മുടെ ഐ റിവറും ഹാർലം ലേക്കിൻ്റെയും വാട്ടർ മാനേജ്മെൻറ്റിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മീറ്റിംഗ് ഹാളായിരുന്നു. കുറേ നാൾക്ക് ശേഷം അവിടെ ഒരു ഷുഗർ ഫാക്ടറി ആയിരുന്നു. പിന്നെ ഇപ്പം അത് ഷുഗർ സിറ്റി എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പം ഷുഗർ ഫാക്ടറി ഒന്നുമില്ല. ഇപ്പം ഓഫീസസും നമ്മുടെ ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ്സും വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇത് ആംസ്റ്റർഡാമും ഹാർലമിനും ഒക്കെ ഈസിലി ആക്സസിബിൾ ആണ്. ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ്സ് ഒക്കെ എത്താൻ ഭയങ്കര ഈസിയാണ്. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിലാണ്. നമുക്ക് താഴെ പോയി എക്സിറ്റ് എടുത്ത് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. വാലൻറ്റൈൻസ് വീക്കൊക്കെ ആയിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഡെക്കോറൊക്കെ ഇപ്പോഴും ഈ സ്റ്റേഷനിലുണ്ട്. ഇറങ്ങിക്കഴിയുമ്പം നമുക്ക് കാണാൻ കിട്ടുന്ന വ്യൂ ആണ് ഇത്. ഇവിടെ നമുക്ക് ബോട്ട് ടൂർസൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. വിൻ്ററിലും ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ബോട്ട് ടൂർസിൽ. ഇതാണ് നമ്മുടെ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ്റെ ഔട്ട്സൈഡിൽ നിന്നുള്ള വ്യൂ. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തായിരുന്നു. അപ്പം ആ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. നിതിൻ ആക്ച്വലി ഓർത്തത് വേറെ റെസ്റ്റോറൻ്റ് ആണെന്നാണ്, പക്ഷെ ഞാൻ ബുക്ക് ചെയ്തത് വേറെ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പം നമ്മൾ വേഗം ട്രാം എടുത്ത് ആ സ്ഥലത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഫൈനലി നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തി. കുറേ കാലം മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു സീൻ്റെ നടക്കൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ്, അവിടെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണമെന്ന്. പിന്നെ ചോദ്യം പറിച്ചിലും ഇല്ല, അങ്ങനെ നമ്മൾ നടക്കുകയായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തു, അങ്ങനെ പോവുകയാണ്. പിന്നെ അവിടെ എത്താറായപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ ബുക്ക് ചെയ്ത റെസ്റ്റോറൻറ്റ്, നമ്മൾ വേറെ റെസ്റ്റോറൻ്റാണ് പറഞ്ഞേക്കുന്നത്. ഫൈനലി നമ്മളിവിടെ എത്തിക്കുന്നത് ഈ റെസ്റ്റോറൻ്റാണ് ഫുലു. ഇതും നല്ല ചൈനീസ് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണ്. ബേസിക്കലി ഇന്ത്യൻ ചൈനീസ് ആണ് എൻ്റെ ഫേവറേറ്റ്. ഒരു പ്രാവശ്യം ഇന്ത്യൻ ചൈനീസ് കഴിച്ചവർക്ക് റിയൽ ചൈനീസ് ഫുഡ് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടാൻ പോണില്ല. എന്നാലും നല്ലതായിരുന്നു ഇവിടുത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ സിറ്റി കൂടെ ഒന്ന് വാക്ക് ചെയ്ത് കുറച്ച് കടകളിലൊക്കെ കയറി നടക്കുമായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ബിസി ഷോപ്പിംഗ് സ്ട്രീറ്റാണ്, കാൽവർ സ്ട്രീറ്റ്. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ എത്തി. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഹാലഫ് വാഗിൽ പോയിട്ട് അവിടുന്ന് കാർ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. വീക്കെൻഡായിട്ടും ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ അന്നത്തെ കാര്യം. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്കെൻഡിലെത്തിയിരിക്കുന്നു. നമ്മൾ അടുത്ത വീക്കെൻഡ് വന്നിരിക്കുന്നതും ആംസ്റ്റർഡാമിൽ തന്നെയാണ്. ആംസ്റ്റർഡാമിലൊരു പുതിയ മലയാളി റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, ഡോട്ട് ഇൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നതാണ്. ഒരു 12 o'clock ഓപ്പൺ ആകുമെന്ന് ഗൂഗിളിൽ കണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 1 o'clock ആയപ്പോൾ നമ്മളെത്തി. പക്ഷേ 1:30 ആയി അത് പ്രോപ്പർലി ഓപ്പണായി സ്റ്റാർട്ടാകാൻ. പിന്നെ അവിടെ ബ്രഞ്ച് മാത്രമുള്ളായിരുന്നു. ഞങ്ങളോർത്ത് എല്ലാ മെനുവും ഉച്ച തൊട്ട് തന്നെ സ്റ്റാർട്ടാവുന്നു. പക്ഷേ അലകാട്ടെ വൈകുന്നേരം 4 o'clock കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ടാകുന്നത്. അപ്പം ബ്രഞ്ചിന് ദോശാസ് അതിൻ്റെ ഐറ്റംസൊക്കെ ഉള്ളായിരുന്നു. ഞങ്ങൾ ട്രൈ ചെയ്തത് മസാല ദോശ, കല്ല് ദോശ, പിന്നെ ഒരു ചിക്കൻ റാപ്പായിരുന്നു. ടേസ്റ്റ് നല്ലതായിരുന്നു. പക്ഷെ നമ്മളൊരു ഫുൾ മെനു ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് വന്നതായിരുന്നു. മേ ബി നെക്സ്റ്റ് ടൈം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. ഇനി കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ചാവ്.